ഹായ് എവ്രി വൺ. ഹലോ പാരൻസ്. പേരൻസിനെ കാണാനാണ് നമ്മൾ വന്നിരിക്കുന്നത് അല്ലേ? യെസ്. അപ്പോൾ നീറ്റ് എക്സാം ഹാളിലേക്ക് നമ്മുടെ മക്കളെ വിടുന്നതിന് മുമ്പ് നമ്മൾ പാരൻസിനോട് കുറച്ച് കാര്യങ്ങൾ പറയണം തോന്നി. അപ്പോൾ സാർ ഞാനും തമ്മിൽ ഇങ്ങനെ ഡിസ്കസ് ചെയ്തപ്പോൾ കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മക്കളിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം തോന്നി, കാരണം അത് ഒരുപാട് റിലവൻ്റ് ആണെന്ന് തോന്നി. അപ്പോൾ ഈ ഒരു കഴിഞ്ഞ യെസ്, ഒരാഴ്ച വളരെയധികം കുട്ടികൾ ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും മെന്റർ ത്രൂ ഒക്കെ ആയിട്ട് നമ്മളെ വിളിക്കുകയും മെസ്സേജ് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അയക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പല ആൾക്കാരുടെയും കൺസേൺ നമ്മൾ സാധാരണ നോക്കുന്ന സമയത്ത് ജസ്റ്റ് കുറച്ചുകൂടി ഇമ്പ്രൂവ്മെന്റിന് സ്കോപ്പ് എന്താണ്, കുറച്ച് നെഗറ്റീവ് മാർക്കിംഗ് എങ്ങനെ ഒഴിവാക്കാം, ഇതൊക്കെയാണ്. പക്ഷേ ഇവഞ്ച്വലി അവരോട് സംസാരിച്ച് കഴിയുമ്പോഴത്തേക്കും അവർ ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഭയങ്കര സാച്ചുറേഷൻ പോയിന്റിലേക്ക് അവർ എത്തി എന്നുള്ളൊരു ഫീലിംഗ് ആണ് ഉം. നമുക്ക് മനസ്സിലായത്. കാരണം ഈ ദിവസങ്ങളിൽ ഇപ്പം കുട്ടികളിൽ കുറേ പേരൊക്കെ ഹോസ്റ്റലിലുള്ളവർ, ചിലരൊക്കെ വീട്ടിലേക്ക് വന്ന സമയമാണ്. ഓൺലൈൻ കുട്ടികളൊക്കെ ഇപ്പോൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് എക്സാംസ് മാത്രം എഴുതുന്ന സമയമാണ്. അപ്പം അവർ ഇപ്പം അവരുടെ സ്കോർ നോക്കുമ്പോഴാണ് ഏറ്റവും പ്രശ്നം. അതായത് ഇപ്പം രണ്ട് രീതിയിൽ പറയാം. ആദ്യം വളരെ ലോ സ്കോറിൽ നിന്ന കുട്ടികൾ ഇപ്പം ഇമ്പ്രൂവ് ചെയ്ത് നല്ല ഹൈ സ്കോറിൽ എത്തിയവരുണ്ട്. അതായത് അവർ പീക്കിൽ നിൽക്കുന്ന പീക്കിൽ നിൽക്കുന്നത്, അതായത് അവരൊരു പീക്ക് ഓഫ് അവർ പ്രിപ്പറേഷനിൽ എത്തി നിൽക്കുന്നവരുണ്ട്. അവർക്ക് അത്യാവശ്യം കോൺഫിഡൻസ് ഒക്കെ ഉണ്ട്, ചെറിയ ചെറിയ പ്രശ്നങ്ങളേ ഉള്ളൂ. അതെ. ചിലർ അത്യാവശ്യം നല്ല സ്കോറിൽ വന്നിരുന്നതാണ്, പക്ഷെ ഇപ്പൊ ഭയങ്കരമായിട്ട് താഴേക്ക് പോവാണ്. അപ്പൊ അങ്ങനെ ഭയങ്കര ഡിമോട്ടിവേറ്റഡ് ആയി പോകുന്നവരും ഉണ്ട്. ഈ രണ്ടാമത്തെ ഗ്രൂപ്പാണ് ഇപ്പം ഏറ്റവും അധികം നമ്മളെ ബോധർ ചെയ്യുന്നത്. അതായത് ഐ മീൻ അവർ ഞങ്ങളെ ഇതാക്കുന്നതല്ല, നമുക്ക് അവരെ അവിടെ ഒരു കൺസേൺ ആണ്. അവർ ഭയങ്കര കൺസേൺ ആണ്. ബിക്കോസ് അവർ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആണ്, മെന്റലി ഡിസ്റ്റർബ്ഡ് ആണ്. ആൻഡ് അവരുടെ കമ്മ്യൂണിക്കേഷൻ തന്നെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അവർക്ക് റൈറ്റ് സപ്പോർട്ട് കിട്ടുന്നില്ല. അവർ ആകെ ഒറ്റപ്പെട്ട അവസ്ഥയാണ്. അവർക്ക് മാത്രമാണ് ഇങ്ങനെയെന്നാണ് അവർ വിചാരിക്കുന്നത്. പക്ഷെ ഇത് എല്ലാവർക്കും ഉള്ള പ്രശ്നം. എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ്. ഇപ്പം മാം പറഞ്ഞ രണ്ടാമത്തെ കാറ്റഗറി ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് അവർ ഓൾറെഡി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് പോയതാണ്. പക്ഷേ ഈ അവസാനത്തെ ഒരു മാസം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ സൈലമല്ല, ആരാണേലും നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക കൂടുതൽ എക്സാമുകളാണ്. യെസ്, അപ്പോൾ എക്സാം നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ കുട്ടികൾ എല്ലാ രീതിയിലും പ്രിപ്പയർ ആയിരിക്കണം എന്നുള്ള ഉദ്ദേശം നമുക്കുള്ളത്. യെസ്. അപ്പോൾ നമ്മൾ ചില ചോദ്യങ്ങൾ അല്ലെങ്കിൽ ചില എക്സാമുകൾ കുറച്ച് ഈസി ആയിരിക്കും, ചിലത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും, ചിലത് ലെങ്തി ആയിരിക്കും, ചിലതിനകത്ത് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് റോങ് ടൈപ്പ് ക്വസ്റ്റൻസ് കൂടുതലായിരിക്കും. ഇപ്പോൾ പല വെറൈറ്റീസും പല വേരിയേഷൻസും കുട്ടികൾക്ക് കൊടുത്ത് എല്ലാ രീതിയിലും അവരെ പ്രിപ്പയർ ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. യെസ്, അപ്പോൾ അതിനകത്ത് ചെറിയ ചെറിയ വേരിയേഷൻസ് ചിലപ്പോൾ വരാം. വരാം. പിന്നെ എന്താ വെച്ചാൽ ഇപ്പം നിങ്ങൾക്ക് കിട്ടുന്ന ഈ സ്കോർ, അതായത് ഇപ്പം എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് കുറഞ്ഞു പോയിട്ടുള്ള സ്കോർ മക്കൾക്ക് നന്നായിട്ട് അറിയാം. ഞങ്ങളത് ഇവിടുന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് അവർ ഏത് രീതിയിൽ റെക്ടിഫൈ ചെയ്യണം, ഏത് രീതിയിൽ ആ നെഗറ്റീവ് മാർക്സിനെ അവർ കാണണം, ഏത് രീതിയിൽ അതിനെ എന്താ പറയുക അവർ ഓവർകം ചെയ്യണം എന്നൊക്കെയുള്ള ടിപ്സും അതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവർക്കത് ചെയ്യണം എന്ന് അറിയുകയും ചെയ്യാം. പക്ഷേ എന്താ പറയുക, അവർക്ക് ഈ ഫിയർ ഓഫ് ഫെയിലിയർ ഓൾറെഡി ഉണ്ട്. പറ്റുമോ എന്നുള്ള ഇത്, പിന്നെ പേരൻസിൻ്റെ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള പ്രശ്നം. അപ്പോൾ പേരൻസിൽ നിന്നും നമുക്ക് കുറച്ചും കൂടെയൊക്കെ ഒരു സപ്പോർട്ട് അവർക്ക് കൊടുക്കാം. കാരണം അവർ ഭയങ്കരമായിട്ട് ഏറ്റവും കൂടുതൽ അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത് നിങ്ങളെയാണ്. അവർ സംസാരിക്കാൻ ഏറ്റവും ആഗ്രഹിക്കുന്നത് നിങ്ങളോടാണ്. അപ്പോൾ പക്ഷെ നിങ്ങളുടെ എക്സ്പെക്ടേഷൻ നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിലേക്ക് മാർക്ക് എത്തിയില്ലല്ലോ, യെസ്, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ തോറ്റു പോകുമോ, ഇങ്ങനെയുള്ള ശരിക്കും പറഞ്ഞത് ആവശ്യമുള്ള ഒരു ഫിയർ അല്ല, കറക്റ്റ് അത് അനാവശ്യമായ ഒരു ഫിയർ ആണ്. ഫിയർ ആണ്. പക്ഷേ അങ്ങനെ ഒരു ഫിയർ പല കുട്ടികളുടെ മനസ്സിൽ ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ പേരൻസിനോട് ഞങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, ഈ ദിവസങ്ങളിൽ നമ്മുടെ മക്കൾക്ക് മാക്സിമം സപ്പോർട്ട് കൊടുക്കുക. ആൻഡ് അവരെ പറ്റുമെങ്കിൽ നോക്കുക, അവർക്ക് നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ട്. പക്ഷേ നമ്മളൊന്ന് മനസ്സ് തുറന്ന് അവരോട് സംസാരിക്കാനുള്ള സമയം കണ്ടെത്തുന്നില്ല. ചിലപ്പോൾ അത് ശരിയാവുന്നില്ലായിരിക്കാം. അപ്പോൾ അവരതുകൊണ്ട് മറ്റു പലരോടും സംസാരിക്കാൻ പോകും. അങ്ങനെ ഒരുപാട് അനാവശ്യമായ ഡിസ്കഷൻസിൽ അവർ എത്തിപ്പെടും. ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു സാച്ചുറേഷൻ പോയിന്റ് ആയതുകൊണ്ട് തന്നെ പോയിന്റ് ആയതുകൊണ്ട് വളരെ ചെറിയ കാര്യങ്ങൾ മതി അവർ ഡിസ്റ്റർബ്ഡ് ആവാൻ, യെസ്, അവർ യെസ്, ഡിസ്ട്രാക്റ്റഡ് ആവാൻ. യെസ്. ഇപ്പം നമ്മുടെ കോട്ടയിലെ കാര്യമൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പം എന്താ ഗോസ്റ്റ് സിറ്റി എന്നൊക്കെയാണ് അതിനെ പറയുന്നത്. കാരണം അവിടെ എൻട്രൻസ് ഉള്ള ഡ്രീമോടെ പോയിട്ടുള്ള ഒരുപാട് ആസ്പിറൻസ്, ഈ നീറ്റ് മാത്രമല്ല, അപ്പം ഈ എല്ലാ എക്സാം, ഒരുപാട് എക്സാം, UPSC ആസ്പിറൻസ് ഒക്കെ ലൈക്ക് അറ്റ് എ പോയിന്റ് അവർ സാച്ചുറേഷനിൽ എത്തുമ്പം അവരുടെ ഫാമിലി അവരുടെ കൂടെ ഇല്ല. പിന്നെ കുറേ അവിടെ ഉണ്ടാക്കുന്ന കുറച്ച് ഫ്രണ്ട്സോ അങ്ങനത്തെ കമ്പാരിസൺസും കാര്യങ്ങളും കമ്പാരിസൺസും കാര്യങ്ങളും ഒക്കെ ആയിട്ട്, പിന്നെ ഫിനാൻഷ്യൽ പ്രോബ്ലം ആയിട്ടൊക്കെ ഒരുപാട് കുട്ടികൾ അവരുടെ ലൈഫ് അവിടെ നിന്ന് ഇല്ലാണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ ഇപ്പം നീറ്റിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ നീറ്റിൻ്റെ ഒരു പോയിന്റ് വരുമ്പോഴേക്കും നീറ്റ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും, അതേപോലെ ഏറ്റവും കൂടുതൽ മോക്ക് എക്സാമുകളിൽ മാർക്ക് കിട്ടാണ്ട് വിത്ഡ്രോ ചെയ്ത് കുട്ടികൾ പോയ ഒരു വർഷവും കൂടിയാണിത്. അപ്പോൾ അത്രയ്ക്കും എന്താ പറയുക, കോൺഫിഡൻസ് ഇല്ലായ്മ ഓരോ ഇയർ വരുന്തോറും, ഇയർ ബൈ ഇയർ അത് കുട്ടികളിൽ കണ്ടുവരുന്നുണ്ട്. ഇവരോടൊക്കെ നമ്മൾ സംസാരിക്കുന്ന സമയത്തും ഇവർ പറയുന്നത്, സാർ പാരൻസിനോടൊക്കെ ഞങ്ങൾക്ക് സംസാരിക്കണം എന്നുണ്ട്, ഉണ്ട് പക്ഷെ അവരോട് നിങ്ങൾ സംസാരിക്കുമ്പോൾ അവരെങ്ങനെ ഇത് എടുക്കുക, നമ്മൾ പഠിക്കുന്നില്ല എന്നാണോ അവർ വിചാരിക്കുക വിചാരിക്കുക എന്നൊക്കെ. അവർ പഠിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കും അറിയാം, നമ്മൾക്കും അറിയാം. അവർ മാക്സിമം അവരുടെ എഫേർട്ട് കൊടുക്കുന്നുണ്ട്. യെസ്. അപ്പോൾ അവർ എന്തെങ്കിലുമൊക്കെ നമ്മളോട് പറയാൻ വരുമ്പോൾ നമുക്ക് അവരെ കേൾക്കാം, നമുക്ക് അവരെ കേൾക്കാൻ തയ്യാറാവാം. അവർ പറയുന്ന ആ ഒരു മൈൻഡ് സെറ്റിലിരിക്കാൻ, ലെറ്റ്സ് പുട്ട് ആർ സെൽഫ് ഇൻ ദെയർ ഷൂസ്, അവരുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. അവരുടെ മനസ്സിലിപ്പോൾ എന്തായിരിക്കും, വേ ഓഫ് തിങ്കിങ് എന്തായിരിക്കും, നിങ്ങൾക്ക് അവരെക്കുറിച്ച്
കുറിച്ച് കുറേ ഡ്രീംസും കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തിട്ടുമുണ്ട്, അതൊക്കെ ഫൈനാണ്. പക്ഷേ എൻഡ് ഓഫ് ദി ഡേ നമ്മുടെ കുട്ടിയുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, നമ്മുടെ കുട്ടിക്ക് നമ്മൾ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് അവർക്ക് ഫീൽ ചെയ്യണം ഈ ഒരു സമയത്ത്. ഐ മീൻ നമ്മൾ അവരെ കൂടെ ഉണ്ടെന്ന് അവർക്ക് തോന്നണം അല്ലേ. 23 ലക്ഷം പേര് എഴുതുന്ന ഒരു എക്സാം നീറ്റ് എക്സാം എന്ന് പറയുന്നത്. യെസ്. അത്രയും ആൾക്കാർ എഴുതുന്നു, അത്രയും ടൈറ്റ് ആയിട്ടുള്ള പ്രിപ്പറേഷനിൽ കൂടെ കടന്നു പോകുന്നു. അത്രയും ഒരു പീക്ക് പോയിന്റിലേക്ക് എത്തുന്ന സമയത്ത് ഇനി അവരുടെ എക്സാം ഇമ്പ്രൂവ് ആവുക കുറെ കോൺസെപ്റ്റുകൾ കൊണ്ടോ കുറെ ട്രിക്കുകൾ കൊണ്ടോ അല്ല, യെസ്. അവർ എത്രത്തോളം പ്രസൻസ് ഓഫ് മൈൻഡ് എക്സാം എഴുതുന്നു എന്നുള്ളതാണ്. ബാക്ക് ആയിട്ട് എക്സാം എഴുതുന്നു, അത് അപ്പൊ അവരുടെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സ്ട്രാറ്റജിയും അവരുടെ പ്ലാനുകളും കോൺസെപ്റ്റുകളും ഒക്കെ വർക്ക് ആവുക അവരുടെ പ്രസൻസ് ഓഫ് മൈൻഡ് വെച്ചാണ്. മൈൻഡിലൂടെയാണ്. അത് കിട്ടാനുള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഫാമിലിയാണ്. യെസ്. ആൻഡ് ഓൾസോ ഈ ലാസ്റ്റ് ഫ്യൂ ഡേയ്സിൽ ഇപ്പം ഈ സാർ പറഞ്ഞതുപോലെ ഇവർക്ക് വലിയ കാര്യങ്ങൾ മാറ്റങ്ങളൊന്നും വരുത്താനില്ല. അറിയുന്ന കാര്യങ്ങൾ സമാധാനത്തോടെ ഒന്ന് നോക്കിപ്പോയി പരീക്ഷ എഴുതാന്നുള്ള ഒരു കാര്യമാണ്. പിന്നെ സൈലത്തിൽ പഠിച്ച മക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മോക്ക് എക്സാമുകളിലൂടെയും നമ്മളുടെ പ്രീ നീറ്റിലൂടെയും നമ്മളുടെ GIBസിലൂടെയും ഒക്കെ ഫ്രം ദ ബിഗിനിങ് നമ്മുടെ DPBസിലൂടെയും ഒക്കെ അവർ പ്രാക്ടീസ് ചെയ്തിരിക്കുന്നത് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്, വെറൈറ്റീസ് ഓഫ് ക്വസ്റ്റ്യൻസ്. അതായത് ബിയോണ്ട് ദാറ്റ് NTA-ക്ക് ഇനി ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാനില്ല. അത്രയ്ക്കും ആ ഒരു ഗ്യാരണ്ടി നമുക്ക് പറയാൻ പറ്റും. കാരണം അത്രയ്ക്കും ഞങ്ങൾ റിസർച്ച് ചെയ്ത് പ്രിപ്പയർ ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ മക്കൾ പഠിച്ചിരിക്കുന്നത്. ആ രീതിയിലുള്ള സ്റ്റഡി മെറ്റീരിയലാണ് ഞങ്ങൾ അവർക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ബിയോണ്ട് ദാറ്റ് അവർക്കൊരു എന്താ പറയുക, ഒരു റെഫറൻസിനോ മെറ്റീരിയൽസിനോ ഒന്നും അതിൻ്റെ ആവശ്യം പോലും ഇല്ല. അപ്പോൾ ഓൾ ദാറ്റ് വേ ദേ ആർ പ്രിപ്പയർഡ്. ഞങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്, ഞങ്ങൾ പഠിപ്പിച്ച കോൺസെപ്റ്റ്സും അവരെഴുതിയ എക്സാംസിലും ഞങ്ങൾ നല്ല കോൺഫിഡൻ്റ് ആണ്, അവർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നിങ്ങളും ആ കോൺഫിഡൻസ് അവരോട് കാണിക്കണം. അതെ, ഈ ഒരു ലാസ്റ്റ് മൊമെന്റിൽ നമുക്ക് കമ്പാരിസൺസ് വേണ്ട. യെസ്. അവരോട് സംസാരിക്കുക, ജസ്റ്റ് എന്താണ് എങ്ങനെയാണ് പ്രിപ്പറേഷൻ ഉഷാറല്ലേ, യെസ്. നമുക്ക് എന്തൊക്കെ ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ റിലാക്സ് ആവാൻ, നമുക്ക് വേണമെങ്കിൽ ഫുഡ് കഴിക്കാം. നിങ്ങളുടെ സൈഡിൽ നിന്ന് അവർക്ക് വേണ്ടി കൊടുക്കാൻ പറ്റുന്ന എല്ലാ പോസിറ്റീവ് വൈബുകളും നിങ്ങൾ കൊടുക്കുക, ബാക്കി അവർ പെർഫോം ചെയ്തോളൂ. അതെ അതെ. പിന്നെ എന്താന്ന് വെച്ചാൽ അവർക്ക് എന്താണോ, അതായത് അവരെന്താണോ ആഗ്രഹിക്കുന്ന ഈ സമയത്ത് അത് അവരോട് ചോദിക്കുക, അത് അവർക്ക് കൊടുക്കുക. ഇഫ് ദേ വോണ്ട് ലൈക്ക് എനിക്ക് ഒറ്റയ്ക്ക് കുറച്ച് സമയം വേണം, അല്ലെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കണം എന്നാണെങ്കിൽ ലെറ്റ് ദം ഹാവ് ദാറ്റ്. അല്ലാതെ എനിക്ക് നിങ്ങളുടെ കൂടെ സംസാരിക്കണം, റിലാക്സ് ചെയ്യണം എന്നാണെങ്കിൽ ലെറ്റ് ദം ഹാവ് ദാറ്റ്. അപ്പോൾ അവർക്കുള്ള അതെല്ലാം ചെയ്ത് കൊടുക്കുക. പിന്നെ എക്സാം ഹാളിലേക്കൊക്കെ പോകുന്ന ദിവസമൊക്കെ ഉള്ള ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പാരന്റ്സ് ടേക്ക് കെയർ ചെയ്യുന്നത് ഒരു വീഡിയോയിലൂടെ പാരന്റ്സിനുള്ള ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഐ തിങ്ക് ഇറ്റ്സ് ഡൺ, അവർക്ക് ഇൻഫർമേഷൻ ഉണ്ട്. പിന്നെ എക്സാമിന് ശേഷവും ഇതിപ്പം എക്സാം കഴിഞ്ഞ് ഇവർ കുട്ടികൾ വരുമ്പോഴത്തേക്കും എന്തായി, കിട്ടുമോ ഇല്ലയോ, എത്ര പോയി, എത്ര ഇതായി, ഓൾറെഡി അവർ നല്ല സ്ട്രെസ്സിലായിരിക്കും. മേ ബി ആ കുട്ടികൾക്ക് എക്സാം ഹോളിൽ നിന്ന് ഇറങ്ങി വരുമ്പം അതൊന്ന് ഫിഗർ ഔട്ട് ചെയ്ത് പ്രോസസ്സ് ചെയ്തെടുക്കാൻ തന്നെ കുറച്ച് സമയം എടുക്കും. അവർക്കൊരു 2-3 ദിവസം സമയം കൊടുക്കുക. ഉടനെ തന്നെ പോയിട്ട് നിനക്ക് കിട്ടുമോ ഇല്ലേ, എന്താണ് അടുത്ത ഓപ്ഷൻ എന്താണെന്നൊന്നും നമ്മൾ അങ്ങനെ എടുത്തു ചാടി ആലോചിക്കാതെ. പാരന്റ്സിന് ആ കൺസേൺ ഉണ്ടാവും, പക്ഷെ ആ സമയത്ത് കുട്ടിക്ക് അത് റിസീവ് ചെയ്യാനുള്ള സെറ്റിലായിരിക്കണം എന്നില്ല. യെസ്. അപ്പോൾ കുട്ടിയുടെ എന്താ പറയുക, ഒന്ന് മൈൻഡിനും ഇതിനൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാൻ ഒരു സമയം കൊടുത്ത്, ബെസ്റ്റ് നീറ്റ് കഴിഞ്ഞിട്ട് അവരെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോവുക. എന്നിട്ട് ഒന്ന് റിലാക്സ് ചെയ്യിപ്പിച്ച് പുറത്തൊക്കെ ഒന്ന് കൊണ്ടുപോയി അവർക്ക് ആവശ്യമാണ് ഭയങ്കരമായിട്ട് അവർക്ക് അത് വേണം. എസ്പെഷ്യലി ഹോസ്റ്റലിൽ നിന്ന് വരുന്ന മക്കൾക്ക് നിങ്ങളുടെ കൂടെയുള്ള സമയം, നിങ്ങളുടെ കൂടെ അടുത്ത് നിങ്ങളെ കെട്ടിപ്പിടിച്ചിരിക്കാനുള്ള സമയമാണ് അവർക്ക് ഏറ്റവും വേണ്ടത്. അപ്പം അത് അവർക്ക് കൊടുക്കുക, അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്തു കൊടുക്കുക. നമ്മൾ അങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറയുന്നത് ലൈഫിൽ ഇത്രയും ടൈറ്റ് ആയിട്ടുള്ള, ഇത്ര കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള, ഇത്ര എക്സാമുകൾ എഴുതിയ ഒരു വർഷം അവർക്ക് ഉണ്ടാവില്ല. കറക്റ്റ്. ആൻഡ് അതേ, ഒരു വർഷം തോറും എക്സാമുകളാണ് അവർ എഴുതിയത്. പഠിക്കുന്നു, എക്സാം എഴുതുന്നു. ഈ ലാസ്റ്റ് മന്ത്സിൽ എത്രയോ പരീക്ഷകൾ, എത്രയോ ടൈപ്പ് ഓഫ് ഡെയിലി ബേസിൽ നമ്മൾ എക്സാമുകൾ എഴുതുന്നു. പിന്നെ അതിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കാണുന്നു, മിസ്റ്റേക്ക് അനാലിസിസ് ചെയ്യുന്നു. ഈ ഒരു റുട്ടീനിലാണ് ഈ മക്കൾ ഇത്രയും നാളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആർക്കാണെങ്കിലും ഒരു സാച്ചുറേഷൻ പോയിന്റ് ഉണ്ടാവില്ലേ, നമുക്ക് ഉണ്ടാവില്ലേ ഒരു സാച്ചുറേഷൻ പോയിന്റ്. അപ്പോൾ അതേപോലെ അവരും അവിടെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അവരെ ഒന്ന് കൺസിഡർ ചെയ്യാം. പാരൻസ്, പ്ലീസ് ഗിവ് ദം ടൈം, talk to them. യെസ്. ആൻഡ് ഓപ്പൺ ആയിട്ട് സംസാരിക്കുക. പിന്നെ നമ്മളുടെ ആങ്കറോ ഫ്രസ്ട്രേഷനോ ഒക്കെ ഈ ഒരു സമയത്ത് നമുക്ക് വേറെ പാരന്റ്സിന് വേറെ പല കാര്യങ്ങളുണ്ടാവും, പക്ഷെ അത് അവരിലേക്ക് ഈ മൊമെന്റിൽ എത്തിക്കാണ്ടിരിക്കാൻ നോക്കുക. പിന്നെ എക്സാം ഹോളിലേക്ക് അവർക്ക് പോവേണ്ട എല്ലാ സപ്പോർട്ടും ചെയ്തു കൊടുക്കുക, അവരെ സമയത്തിന് എത്തിക്കുക. പിന്നെ എക്സാം കഴിഞ്ഞതിന് ശേഷം ഏറ്റവും റിലാക്സ്ഡ് ആയിട്ട് എന്തുമായിക്കോട്ടെ, അവരുടെ റിസൾട്ട് നല്ലതോ ചീത്തയോ എന്തുമായിക്കോട്ടെ, പക്ഷേ അവർക്ക് ഒരു സേഫ് ഫീലിംഗ് വേണം. എൻ്റെ റിസൾട്ട് നല്ലതായാലും ചീത്തയായാലും എൻ്റെ പാരൻറ്റിനോട് പറഞ്ഞാൽ, എൻ്റെ അച്ഛനോട് അമ്മയോട് ഉപ്പയോട് ഉമ്മയോട് ഡാഡിയോട് മമ്മിയോട് പറഞ്ഞാൽ എനിക്ക് അത് ഒരു പ്രശ്നമല്ല, അവർ എന്നെ മനസ്സിലാക്കും എന്നുള്ള ഒരു ഫീലിംഗ്. അതാണ് ബിഗ്ഗസ്റ്റ് സപ്പോർട്ട്, അതാണ് വേണ്ടത്. അത് ഉണ്ടെങ്കിൽ തന്നെ ആ കുട്ടികൾക്ക് ഹാഫ് ഓഫ് ദ വിക്ടറി ഈസ് ഡൺ അല്ലേ, അവർ പകുതി ജയിച്ചു, ബാക്കിയാണ് റിസൾട്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക പാരന്റ്സ്, ഇതൊന്ന് വന്ന് ഈ കാര്യങ്ങളെല്ലാം പാരന്റ്സ് ഒന്ന് മനസ്സിൽ വെക്കുന്നത് നല്ലതാണ്. ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട
ആവശ്യമില്ല, നിങ്ങൾക്ക് ഇതെല്ലാം അറിയാം. എന്നാലും ജസ്റ്റ് ഒരു റിമൈൻഡർ ആയിട്ട് നിങ്ങളത് കണക്കാക്കിയാൽ മതി. യെസ്. അപ്പോൾ ഡിയർ പേരൻസ്, വി Yes. ഹോപ്പ് ദിസ് മെസ്സേജ് വാസ് ഹെൽപ്ഫുൾ ഫോർ ഓൾ ഓഫ് യു. അപ്പോൾ നമുക്കിനി നീറ്റ് എക്സാം കഴിഞ്ഞ് കാണാം. മറ്റ് അപ്ഡേറ്റ്സിലൂടെ ഞങ്ങളെല്ലാവരും വരുന്നതായിരിക്കും. സോ താങ്ക് യു. ബൈ. ബൈ.